ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇതാ നമ്മൾ എന്നും പതിവ് പോലെ തന്നെ കേട്ടോ, അടുക്കളയിലൊരു കുഞ്ഞു വ്ളോഗാണ്. എന്നും ചപ്പാത്തി തന്നെ കേട്ടോ കൂട്ടുകാരെ ഉണ്ടാക്കണത്. അപ്പോൾ തലേ ദിവസം ഉപയോഗിച്ച കുറച്ച് പൊടി, ഗോതമ്പ് പൊടി ബാക്കിയുണ്ടായി. അതുകൊണ്ട് ഞാൻ വീണ്ടും ചപ്പാത്തി തന്നെയാട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ ഇന്ന് ചപ്പാത്തിയും പിന്നെ രാത്രിയിൽ വെച്ച കുറച്ച് മത്തിക്കറി ഉണ്ട് കേട്ടോ. അങ്ങനെ ഇന്ന് അത് തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇത് ഞായറാഴ്ചത്തെ ഒരു കുഞ്ഞു വ്ളോഗാണേ. അപ്പോൾ അത് ഇന്നലെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇന്ന് തിങ്കളാഴ്ചത്തെ ഒരു കുഞ്ഞു വ്ളോഗും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്ന് നമ്മളൊരു വ്ളോഗ് എല്ലാവരുടെയും മുന്നിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ലൈക്ക് അടിക്കുക, ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ചപ്പാത്തിയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. 2 ചപ്പാത്തിയായി. അപ്പോൾ ഞാൻ അമ്മേനോട് വേഗം ചായ കുടിച്ചോളാനൊക്കെ പറഞ്ഞു കേട്ടോ. അമ്മയ്ക്ക് രാവിലെ മരുന്നൊക്കെ കുടിക്കാനുണ്ട്. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം വൈകിട്ടാട്ടോ എണീച്ചത്. എനിക്ക് ഭയങ്കര തലവേദന തുടങ്ങിയിട്ട് 2-3 ദിവസമായിട്ടോ. എന്താണെന്നറിയില്ല, ഭയങ്കര തലകടച്ചിൽ, തലവേദനയൊക്കെയാണ്. പിന്നെ ഈ ആശുപത്രിയിലേക്കുള്ള ഓട്ടങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കുന്നതാണ് തോന്നുന്നത്. ഇപ്പം ഭയങ്കരമായിട്ട് ടെൻഷനൊക്കെ കയറിയിട്ടുള്ള തലവേദനയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഞാനവിടെ കുറച്ച് നേരം കിടന്നു ഉറങ്ങിപ്പോയിട്ടോ. എന്തായാലും ഒരു 8:30 ആയി എഴുന്നേൽക്കുമ്പോൾ. ഞാൻ രാവിലെ എഴുന്നേറ്റ് നന്ദമോളെ ട്യൂഷനൊക്കെ പറഞ്ഞയച്ചു, അനീഷേട്ടൻ ജോലിക്കൊക്കെ പോയതിൻ്റെ ശേഷം പോയി കിടന്നതാട്ടോ. അങ്ങനെ എന്തായാലും നമ്മളെ ചപ്പാത്തിയൊക്കെ ഉഷാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചധികം ചുട്ടിട്ടുണ്ട് കേട്ടോ. ഞായറാഴ്ച തന്നെ ആയതുകൊണ്ട് എല്ലാവരും ഇരുന്ന് ചായ കുടിക്കുമ്പോൾ ഒരു 3-4 ചപ്പാത്തിക്ക് എല്ലാവരും തിന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അത് അങ്ങനെയൊക്കെയായി. ഇനി ലാസ്റ്റ് ചപ്പാത്തിയും കൂടെയൊക്കെ ഒന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളിതാ ഇങ്ങനെയാണ് കേട്ടോ, വെളിച്ചെണ്ണയൊന്നും പുരട്ടൂല കേട്ടോ. എനിക്ക് അതിനോട് വലിയ യോജിപ്പില്ല. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കുക. അപ്പോൾ ആദ്യം തന്നെ ചപ്പാത്തിയൊക്കെ ഞാൻ പരത്തി വെച്ചതിൻ്റെ ശേഷം കേട്ടോ ചുടാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഒന്നും കൂടെ ഉള്ളൂ, അതും കൂടി ചുട്ടെടുക്കണം. അപ്പോൾ ഗോതമ്പ് ചപ്പാത്തിയാണ് കേട്ടോ, മൈദയല്ല. ഗോതമ്പ് ചപ്പാത്തി ആകുമ്പോൾ നമ്മുടെ നായ്ക്കുട്ടികളും തിന്നാൻ നല്ല ഉഷാറാട്ടോ. അപ്പോൾ തലേന്ന് രാത്രിയിൽ വെച്ച മത്തിക്കറി ഉണ്ട്. മത്തിക്കറി കൂട്ടിയിട്ട് ചപ്പാത്തി കഴിക്കാൻ വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ 2 ദിവസമായി ചപ്പാത്തി തന്നെയാണ്. ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ വിചാരിക്കും ഇതെന്താ ഇതിങ്ങനെ ചപ്പാത്തി മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ അതാ ചപ്പാത്തിയൊക്കെ തിന്ന് കഴിഞ്ഞതിന് ശേഷം അബി ഇതാ എഴുന്നേറ്റ് വന്നിട്ട് ഞാനും അമ്മയും ചായ കുടിച്ച്. അബി എഴുന്നേറ്റ് വന്ന പാടെ തന്നെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ചായ ഒന്നും കുടിക്കണില്ല, ഞാൻ വേഗം റോക്കീനെയും പാപ്പൂനെയും ഒന്ന് കുളിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇതാ റോക്കീനെ കുളിപ്പിക്കുന്ന തിരക്കിലാണ് ആൾ. റോക്കീനെ കുളിപ്പിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇനി നമ്മൾ പാപ്പൂനെ കുളിപ്പിക്കുള്ളൂ കേട്ടോ. ഇവന് കുളിക്കണതിന് ഒരു മടിയില്ല, നല്ല ഉഷാറായിട്ട് നിന്ന് തരും കേട്ടോ. വെള്ളത്തിൽ കളിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഞായറാഴ്ചകളിൽ അധിക ദിവസവും ഞായറാഴ്ചകളിൽ ഓനെ കുളിപ്പിക്കും കേട്ടോ. അപ്പോൾ അടി കിട്ടും, കൈയും കൊണ്ട് കാട്ടുന്നൊക്കെ പറഞ്ഞപ്പോൾ കൈയൊക്കെ കാട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചെള്ളൊന്നും വരാതിരിക്കാനുള്ള സോപ്പൊക്കെ തേച്ചിട്ടാണ് കുളിപ്പിക്കൽ. അപ്പോൾ ഇതാ കുളിയൊക്കെ നല്ല ആസ്വദിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ആൾ. ഇടയ്ക്കിടയ്ക്ക് ഇവരെ ഒന്ന് കുളിപ്പിച്ചില്ലെങ്കിൽ അവർക്കും ഭയങ്കര പൊറുതിയേടല്ലേ, കൂട്ടിലൊക്കെ ഇങ്ങനെ കിടക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് റോക്കിമോൻ്റെയും പാപ്പുവിൻ്റെ കുളി നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പാപ്പുവിൻ്റെ കുളിയിൽ ഞാനും കൂടി അബീനെ സപ്പോർട്ട് ചെയ്യണം. കാരണം ഓന് ഒറ്റയ്ക്ക് നമ്മളെ പാപ്പുവിനെ പിടിച്ചാൽ കിട്ടൂല കേട്ടോ. പാപ്പു കുതറി ഓടുക ചെയ്യുക. അപ്പോൾ ഞാനും കൂടി ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടാണ് ഓൻ പാപ്പുവിനെയൊക്കെ കുളിപ്പിക്കുക. അപ്പോൾ എന്തായാലും റോക്കിനെ കുളിപ്പിക്കാൻ നമ്മൾ ആരും ഹെൽപ്പൊന്നും ചെയ്ത് കൊടുക്കണ്ട. ആൾ എന്ത് വേണേലും കാട്ടിക്കോ എന്ന് പറഞ്ഞ പോലെ അവിടെ നിന്ന് കൊടുക്കും കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയായിട്ടൊക്കെയാണ് കുളിപ്പിക്കുക. എന്തായാലും കുളിപ്പിക്കണ ഒരു പരിപാടിയൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മളേതായ പണികളൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട്. കാരണം റോക്കിമോനെ ഒന്ന് തോർത്തി കൊടുക്കാനൊക്കെ ഞാൻ തന്നെ വേണം കേട്ടോ. ഓനൊറ്റയ്ക്ക് പിടിച്ചാൽ തോർത്താൻ നിന്ന് കൊടുക്കില്ല. അതുകൊണ്ട് ഞാനും കൂടെ കൂടിയിട്ടാണ് തോർത്താനൊക്കെ നിന്ന് കൂടി കൊടുക്കും. അപ്പോൾ എന്തായാലും കുളിയൊക്കെ ഏകദേശം കഴിയാനായി തുടങ്ങിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയിലൊക്കെ ഞാനും അമ്മയും ഹോസ്പിറ്റലിൽ പോകലും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേ അബിക്ക് ഇനിയിപ്പോൾ ഇതിനൊന്നും കഴിയൂല, ആളുണ്ടാവില്ലല്ലോ വീട്ടിൽ. അതുകൊണ്ട് ഓന് ഒറ്റയ്ക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇന്ന് ആളുള്ള ദിവസം എന്തായാലും അതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ആൾ വേഗം രാവിലെ തന്നെ അത് ചെയ്യാൻ വേണ്ടി നിന്നു കേട്ടോ. അപ്പോൾ റോക്കിമോനെ ഒന്ന് പുന്നാരിപ്പിച്ച് കൊടുക്കണമൊക്കെ ഓന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. കുളിക്കണതിൻ്റെ ഇടയിൽ കൂടെ എന്നാലേ കഴുത്തൊക്കെ ഒന്ന് തേക്കാൻ വെച്ച് കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതാ ഷീറ്റൊക്കെ വിരിച്ചിട്ട് പൈപ്പിൻ്റെ ചോട്ടിൽ നിന്ന് തന്നെ കുളിപ്പിക്കാൻ വിചാരിച്ചതാണേ. അങ്ങനെയാകുമ്പോൾ വെള്ളത്തിന് ദൂരേക്കൊന്നും പോകണ്ടല്ലോ. ഓസ് വെച്ചിട്ടൊക്കെയാണ് കുളിപ്പിക്കൽ. പക്ഷേ ഇന്നിതാ പൈപ്പ് തുറന്ന് വെച്ചിട്ട് കുളിപ്പിക്കാൻ വിചാരിച്ചു. നല്ലോണം കഴുത്തിൻ്റെ അവിടെയൊക്കെ സോപ്പ് വെച്ച് കൊടുത്ത് മുഖത്തൊക്കെ സോപ്പ് വെച്ച് കൊടുത്ത് ഉഷാറാക്കുന്നുണ്ട് കേട്ടോ. നിന്ന് കൊടുക്കണുണ്ടോ കൂട്ടുകാരെ. ഭയങ്കര സ്നേഹം കേട്ടോ. ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിന്ന് കൊടുക്കാനൊക്കെ അവന് ഭയങ്കര ഇൻട്രസ്റ്റാണ്. മൂക്കൊക്കെ കഴുകി കൊടുക്കുകയാണ് കേട്ടോ ആൾ. അപ്പോൾ പിന്നെ സോപ്പ് കണ്ണിലാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പറയുന്നുണ്ട്, വെള്ളം ഒഴിച്ചു കൊടുക്കുന്നേ. സോപ്പൊക്കെ നക്കി തിന്നുണ്ട് ആൾ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്താ പറയുക, വളർത്തുമൃഗങ്ങളെ ഇങ്ങനെ ഒരുപാട് സ്നേഹിക്കുമ്പോൾ ഉണ്ടല്ലോ, അതിലുപരി സ്നേഹം അവർ തിരിച്ചു തരും കേട്ടോ.
അതാണ് ഇവരൊക്കെ സ്നേഹിക്കാൻ തുടങ്ങിയതിൻ്റെ ശേഷമാണ് എത്രത്തോളം ഇവരെടുത്ത് നമുക്കത് തിരിച്ച് കിട്ടും എന്നുള്ളത് എന്താ പറയുക മനസ്സിലായത്. 2 നായ്ക്കുട്ടികളുണ്ട്, രണ്ടാളെയും ഒരുപോലെ സ്നേഹിച്ച് വളർത്തു കേട്ടോ. ഭക്ഷണം കൊടുക്കാനായാലും ഒക്കെ നമ്മൾ അത് അതിൻ്റെ സമയത്തിനും ആ ചിട്ടയിലൊക്കെ കൊടുക്കും കേട്ടോ. രണ്ടാളെയും പൊന്നു പോലെ വളർത്തണോണ്ട് അവർ തിരിച്ചും ഞങ്ങളെ അങ്ങനെയാട്ടോ സ്നേഹിക്കണത്. ഞങ്ങൾ ഒരു നേരം കണ്ടിട്ടില്ലെങ്കിൽ കരയും. അങ്ങനെയാണ് ഇവിടെ 2 നായ്ക്കുട്ടികളും കാര്യം കേട്ടോ. എന്തായാലും ഈ ഒരു പരിപാടി കഴിയണവരെ ഞാനിപ്പോൾ വരെ നോക്കി ഇങ്ങനെ നിൽക്കണം. കാരണം ഇതൊക്കെ കഴിഞ്ഞ് ഇവരൊക്കെ ഒന്ന് തോർത്തി കൊടുത്ത് കൈയൊക്കെ ഒന്ന് കഴുകിയിട്ട് വേണം നമുക്ക് അടുക്കളയിലേക്ക് പോകാനായിട്ട് കേട്ടോ. ഇവർ ഒറ്റയ്ക്ക് നടക്കൂലല്ലോ ഓന്, അതുകൊണ്ട് ഞാൻ കൂടി കൊടുക്കാന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി ശരിയാക്കിയെടുക്കാൻ. ചോറും കറിയൊക്കെ ഉണ്ട്, കുറേ തുണി അലക്കാനൊക്കെ ഉണ്ട്. പിന്നെ ചോറൊക്കെ അമ്മ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെള്ളമൊക്കെ വെച്ച് കൊടുത്തു. അമ്മ ചോറിന് കത്തിക്കാനായിട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ റോക്കിമാൻ കുളിച്ചപ്പം ചെറിയൊരു നായക്കുട്ടിയായി. രോമൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോഴേ ഒരു ചെറുതായി. ഇനി ഓനെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് വരണം കേട്ടോ. വെയിലുണ്ടല്ലോ, ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോയി നടത്തിച്ച് വന്ന് ഓനൊക്കെ ഒന്ന് കുടഞ്ഞ് രോമത്തു നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇത് അവൻ്റെ തലയൊന്ന് തോർത്തി കൊടുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ അവൻ തന്നെ കുടഞ്ഞ് ഒരുപാട് നേരം റോട്ടുമ്മൽ നടത്തിച്ചു, വെയിലത്തൊക്കെ നടത്തിച്ചിട്ട് അതൊക്കെ പോയിട്ടോ. ഇനി ഓനെ ഒന്ന് കൂട്ട് കൊണ്ടുപോയിടേണ്ട ഒരു ആവശ്യമുള്ളൂ. പിന്നെ അതായത് നമ്മളെ പാപ്പുമോളെ ഒന്ന് കുളിപ്പിച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പാപ്പുമോളെ കുളിപ്പിച്ച് കഴിഞ്ഞാലുള്ളൊരവസ്ഥയാണ് കേട്ടോ ഇതിവിടെ. ചെറുതായിട്ട് കെട്ടിയിടും കേട്ടോ. ചങ്ങല കുറുക്കി കെട്ടിയിടുക ചെയ്യുക, അല്ലെങ്കിൽ റോട്ടുമ്മലേക്കോ മുറ്റത്തേക്കോ ഓടും. അപ്പോൾ അതാൾ മേലുള്ള വെള്ളമൊക്കെ ഒന്ന് പോക്കാൻ വേണ്ടിയിട്ടുള്ള പരാക്രമത്തിലാട്ടോ. മോൻ തുടച്ചൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അവൾ ഒറ്റയ്ക്കൊന്ന് തുണിയിലൊക്കെ ഒന്ന് കിടന്നു ഒഴിക്കും കേട്ടോ. ഇതാണ് അവളെ മേലുള്ള വെള്ളം അവൾ തന്നെ പോക്കുക കേട്ടോ ചെയ്യുക. തുണിയൊക്കെ വിരിച്ചിട്ട് കൊടുക്കും, ചവിട്ടി വിരിച്ചിട്ട് കൊടുക്കും. പക്ഷെ അതൊക്കെ നല്ല രസമായിട്ടത് കാണാനായിട്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചപ്പാത്തിയും ചായയൊക്കെ കൊണ്ടുവച്ച് കൊടുത്തു. ഓൾ അതൊക്കെ മണത്ത് നോക്കിയിട്ട് പിന്നെ ഇവിടെ തന്നെ വന്ന് കളിയോട് കളി കേട്ടോ. മേലുള്ള വെള്ളം പോക്കണ പരിപാടി. അപ്പോൾ ഇതൊക്കെ കണ്ട് ഒരുപാട് ചിരിക്കട്ടെ ഞാനും അമ്മയും. അപ്പോൾ ഇത് നമ്മുടെ ഞായറാഴ്ചത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ്. ഇനി ഇത് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഒരു കറിയാണ് കേട്ടത്. ഇന്ന് നമുക്ക് ചിക്കൻ പാർട്സാണ് കിട്ടിയത്. ഞാനും അനീഷേട്ടനും കൂടെ അമ്മേൻ്റെ നാളെ സ്കാനിങ് ചെയ്യാനുള്ള കടലാസും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. അതൊക്കെ വാങ്ങി വന്നപ്പോൾ അനീഷേട്ടൻ ഇന്ന് പണിയില്ലാതെ വന്നപ്പം രാവിലെ വരുമ്പോൾ പാർട്സ് കൊണ്ടുവന്നു. അപ്പോൾ ഞാനതൊന്ന് കഴുകിയെടുക്കണം. അതിൻ്റെ മുന്നേ ഞാൻ ഉള്ളി, തക്കാളിയും, പച്ചമുളകും, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കി വെച്ചു കേട്ടോ. ഇനി നമുക്ക് ആ പാർട്സ് ഒന്ന് കഴുകിയെടുക്കണം. ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് തന്നെ കുറച്ച് ഐസായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ക്ലീനാക്കി എടുത്തു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഒന്ന് ക്ലീനാക്കി എടുക്കേണ്ട ആവശ്യം കുറേ നേരം ഞാൻ അതുമ്മിൽ മെനക്കെട്ടു കേട്ടോ കൂട്ടുകാരെ. ഒരുപാട് നേരം മെനക്കെട്ടു കേട്ടോ അതിൻ്റെ കൂടെ. പിന്നെ കുറച്ച് തുണിയൊക്കെ അലക്കാണ്ട് അതൊക്കെ പിന്നെ ഇത് കഴിയട്ടെ വിചാരിച്ചിട്ടാ. അപ്പോൾ നമ്മളെ ചോറൊക്കെ ഇവിടെ ഏകദേശം വെന്ത് റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും വേഗം കറി ഉണ്ടാക്കിയെടുക്കാൻ വിചാരിക്കുകയാണ്. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരുന്നല്ലോ. കറിവേപ്പിൻ്റെയും മല്ലിച്ചപ്പൊക്കെ എടുത്ത് റെഡിയാക്കി. ഇനിയിപ്പോൾ ഇതൊന്ന് ചീനച്ചട്ടിയിൽ ഉണ്ടാക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക, കുഴപ്പമില്ല. നല്ലോണം അങ്ങനെ പരന്ന ചട്ടിയാകുമ്പോൾ നമുക്ക് സുഖമായിട്ട് ഇളക്കി കൊടുക്കാനൊക്കെ നല്ലൊരു ഇതാട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ചീനച്ചട്ടി എടുക്കുകയാണ് കേട്ടോ. ചട്ടി ഉണ്ട്, എന്നാലും ചീനച്ചട്ടി വെക്കാൻ വിചാരിച്ചു. ചീനച്ചട്ടിയിൽ വെക്കുകയാണേ. അപ്പോൾ തീയൊക്കെ നല്ലോണം കത്തിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ അടുപ്പത്ത് തന്നെ വെക്കുമ്പോൾ എന്താ അറിയോ, എത്ര സമയം വേണേലും അവിടെയൊക്കെ തന്നെ ആ ചൂടിൽ കിടന്നങ്ങനെ വെന്തോളും. ഇനിയിപ്പോൾ നമുക്ക് വേവ് കുറവാണെന്ന് തോന്നിയാലും നമുക്ക് അവിടെ ആ കണലിൽ വെച്ച് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാൽ അത് ഉഷാറായിട്ട് അവിടെ തന്നെ കിടന്ന് നല്ലോണം അങ്ങോട്ട് വറ്റി നല്ലൊരു ഉഷാറായി. നല്ല ടേസ്റ്റാണല്ലോ ഇത് തിന്നണ കൂട്ടുകാർക്കൊക്കെ അറിയാട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കിയാൽ എന്താ അതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത്. ഇത് അറിയാത്തവർക്കും കഴിക്കാത്തവർക്കും നമ്മളെങ്ങനെ പറഞ്ഞാലും അതിൻ്റെ ആ ടേസ്റ്റ് മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ ഇത് കഴിച്ച് നോക്കിയവർക്ക് അറിയാം ഇതെന്താ സംഭവമെന്ന്. ഇതൊക്കെ നല്ല എന്താ പറയുക, നല്ല ചോറിനൊക്കെ കൂട്ടി തിന്നാനും ഉപ്പുമാവിനൊക്കെയാണ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുക കേട്ടോ. നമ്മൾ കല്യാണ വീട്ടിലൊക്കെ, ഞങ്ങളെ നാട്ടിലൊക്കെ കല്യാണ വീട്ടിലൊക്കെ ചിക്കൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങണ അത്രയും ചിക്കൻ്റെ പാർട്സ് കൂടെ കിട്ടും കേട്ടോ. പിറ്റേന്ന് കല്യാണത്തിൻ്റെ അന്ന് രാവിലെയൊക്കെ നമ്മൾ എന്നിട്ട് ആ പാർട്സ് ഇങ്ങനെ എല്ലാവരും കൂടിയിരുന്ന് നന്നാക്കിയിട്ടൊക്കെ ആ പാർട്സാണ് അന്ന് രാവിലെ ഉപ്പുമാവിന് ചായക്ക് എല്ലാവർക്കും കറിയായിട്ട് കൊടുക്കുക. ഞങ്ങളെ ഈ കടലുണ്ടി നാട്ടിലേക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ. ചെയ്യണവരുണ്ടാവും ചെയ്യാത്തവരുണ്ടാവും. പക്ഷേ ഞങ്ങളെ നാട്ടിലൊക്കെ അങ്ങനെയാണ്. ആ പാർട്സ് കറി ഉണ്ടാക്കിയിട്ട് അന്ന് രാവിലെ ഉപ്പുമാവിന് അതങ്ങോട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ നാട്ടുകാർക്കൊക്കെ ഈ പാർട്സ് കറി എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ.
അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാത്ത നാട്ടുകാരുണ്ട്, കൂട്ടുകാരും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഞങ്ങൾ ചേച്ചീൻ്റെ വീട്ടിൽ ചേച്ചീൻ്റെ മോളുടെ കല്യാണ നിശ്ചയത്തിന് പോയിട്ട് അവിടെ ചിക്കൻ വാങ്ങിയിട്ട് ആ പാർട്സുകളൊന്നും അവർ നമുക്ക് തന്നില്ല കേട്ടോ. അനീഷേട്ടൻ എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയതാണ്. കാരണം ഓരോ നാട്ടിലെ ഓരോ രീതിയാണത്. പക്ഷേ നമ്മളെ നാട്ടിൽ കോഴി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കോഴീൻ്റെ പാർട്സുകളൊക്കെ നമുക്ക് തന്നെ തരും. കാരണം കോഴി മൊത്തമായിട്ടല്ല നമ്മൾ വാങ്ങണത്, അതുകൊണ്ട് സംഭവം മൊത്തം നമുക്ക് തരും കേട്ടോ. അങ്ങനെ അതൊരു കറിക്കുള്ളത് ഉണ്ടാവുമല്ലോ. പിന്നെ അത് അന്ന് രാവിലെ എല്ലാവർക്കും ഒരു എന്താ പറയുക, ഉപ്പുമാവിൻ്റെ കൂടെ ഒരു ഫ്രൈ ആയിട്ടും വിളമ്പ. അതുകൊണ്ട് അങ്ങനെ ഒരു നല്ലൊരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ കറിയൊക്കെ ആയതുകൊണ്ടിരിക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ നല്ലോണം വഴറ്റി അതിന് ശേഷം തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് ഉപ്പിട്ടിട്ട് കേട്ടോ വഴറ്റിയത്. ഈ നല്ലോണം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. എന്നാലും പച്ചമുളക് ഒന്നുകൂടെ ഒന്ന് റെഡി ആവട്ടെ വിചാരിച്ചു കേട്ടോ. ഉള്ളിയൊക്കെ നല്ലോണം വഴന്നിട്ടുണ്ട്. കുറേ നേരമായിട്ട് കണലിൽ തന്നെയാണ്, ഓവറായിട്ട് വിറക് വെച്ച് കൊടുത്തില്ല കേട്ടോ. കരിയണ്ട വിചാരിച്ചിട്ട് ആ ചൂടിൽ അങ്ങനെ ഉള്ളി വഴന്ന് വരട്ടെ വിചാരിച്ചു. അങ്ങനെ നമ്മളെ ഉള്ളിയൊക്കെ വഴന്നിട്ടാ. ഇനി ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാണ്ട്. മല്ലിപ്പൊടി ഇല്ല കേട്ടോ കൂട്ടുകാരെ, വാങ്ങാനും മറന്ന്. പിന്നെ ഇങ്ങനെ ഓരോ ഓർമ്മയില്ലാതെ ഇങ്ങനെ പോരും. അപ്പോൾ ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടി, മുളക് പൊടി മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. ഉപ്പ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കില്ല. നമുക്കിത് വേവാനായ കുരുമുളക് പൊടി ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. കുരുമുളക് ഉണ്ട്, പൊടിച്ചതുണ്ടോയെന്ന് അറിയില്ല, നോക്കണം. അല്ലെങ്കിൽ നമുക്ക് ഈ ചിക്കൻ മസാലേൻ്റെ ടേസ്റ്റ് തന്നെ മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ മസാലയൊക്കെ ഞാൻ ഉഷാറായിട്ടൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ചൂടിൽ തന്നെ നല്ലോണം മസാല വെന്താൽ പിന്നെ നല്ലൊരു മണമൊക്കെ വരുമ്പോൾ നമുക്ക് നല്ലൊരു ഇതാട്ടോ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ. അപ്പോൾ അതൊക്കെ കഴുകി വെച്ച പാർട്സൊക്കെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് കോഴിമുട്ടയും കുടൽ, അതിൻ്റെ കക്ക്, കരൾ എന്നൊക്കെ പറയില്ലേ, ചിക്കൻ്റെ പെട്ടി, അതൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ നല്ല വൃത്തിയാക്കി ക്ലീനാക്കി എടുത്തതാണേ. അപ്പോൾ അത് ആ മസാലയിലിട്ടൊന്ന് നല്ലോണം ഒന്ന് കുഴച്ച് ഉഷാറാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്തിട്ട് വേണം നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് ചോറിന് കൂട്ടാനായിട്ട് കേട്ടോ. ഇന്ന് ഇതാണ് രാത്രിക്കും ഉച്ചയ്ക്കും കൂടെ നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ എന്തായാലും ഇതാ അടിപൊളിയായിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഉണ്ട്, നമ്മൾ കുടിക്കാനായിട്ട് എടുത്തു വെച്ച തിളച്ച വെള്ളം ഉണ്ട്. അതെന്തായാലും ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ആ വെള്ളത്തിൽ കിടന്ന് ഇതൊന്ന് വെന്താൽ ഒന്ന് വറ്റി കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്ത കൂട്ടുകാരുണ്ട്, ഉണ്ടാക്കി കൊടുക്കണം. ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ആദ്യത്തെ വീഡിയോ ഒന്നുമല്ല, 2-3 വട്ടമൊക്കെ നമ്മൾ കോഴി പാർട്സ് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഒന്ന് മൂടിയൊക്കെ വെച്ച് വേവിക്കണം. തീയൊക്കെ നല്ലോണം ഉഷാറായിട്ട് കത്തിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതാ വെന്ത് വരുന്നുണ്ട്, ഏകദേശമൊക്കെ ഒന്ന് തള വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നാലും ഒന്നും കൂടി സെറ്റാവാണ്ട് നല്ലോണം വറ്റി വരണം, ഒന്ന് മിക്സ് ആവണം എല്ലാം കൂടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇന്ന് കോഴിപ്പാട്സ് ഉണ്ടാക്കുന്നതായിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ വ്ളോഗായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ ഫുൾ വീഡിയോ കാണണം. ചാനലിൽ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതൊക്കെ ഫുള്ളായിട്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തേക്ക് ബൈ, സീ യു.